ഹായ്, എവരി അറൈവൽ ഈസ് എ ഡിപ്പാർച്ചർ. ഈ മനോഹര തീരത്തെ കൊച്ചു ജീവിതത്തിനിടയിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നിടത്തെല്ലാം എത്തിച്ചേരുവാൻ പറ്റുന്നത് ഒരു സുഹൃതമല്ലേ? അത്തരമൊരു സുഹൃതത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സുസ്വാഗതം. സ്വിറ്റ്സർലൻഡിലെ മഞ്ഞുമലകളെ കണ്ടും കയറിയും പഠിച്ചും മനസ്സിലാക്കിയ അഗസ്റ്റിൻ ചേട്ടൻ കൃത്യമായി തയ്യാറാക്കിയ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ വിൻ്റർ എഗ്ഗിൽ നിന്നും ഞങ്ങൾ മ്യൂറനിലേക്ക് യാത്ര തിരിച്ചു. ഈ സഞ്ചാരത്തിൽ കാണികളായി നിങ്ങളെയും ഞങ്ങൾ കൂടെ കൂട്ടുകയാണ്. കമൻ്ററിയേക്കാൾ കാഴ്ചകൾക്കാണ് ഇവിടെ പ്രസക്തി. യുങ്ഫ്രൗ മേഖലയുടെ പടിഞ്ഞാറേ പ്രദേശത്ത് അല്പം ഒറ്റപ്പെട്ട് വണ്ടികളുടെ ശല്യങ്ങളില്ലാതെ ശുദ്ധവായു ധാരാളമുള്ള സർവസമ്പൂർണ്ണ കാഴ്ചയുടെ വിസ്മയവുമായി ഏകദേശം 52 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന അഴകുള്ള ഒരു സുന്ദര ഗ്രാമമാണ് മ്യൂറേൻ. കാൽനട യാത്രക്കാർക്കും ശീതകാല കായിക വിനോദങ്ങൾക്കും അനുയോജ്യമായ ഈ ആൽപൈൻ ഗ്രാമത്തിലെ ജനസംഖ്യ 500-ൽ താഴെയാണ്. എന്നാൽ ഇവിടെ ഹോട്ടലും ഹോം സ്റ്റേയുമൊക്കെയായി 2000 പേർക്ക് വരെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പകിട്ടേറിയ കാഴ്ച വസന്തമൊരുക്കുന്ന ഒട്ടനവധി പർവ്വത കാഴ്ചകൾ ഈ ഗ്രാമത്തിലൂടെ നടന്നാൽ കാണാം. ഫേമസ് മൗണ്ടനായ ഐഗറിൻ്റെ നോർത്ത് ഫേസും മേൺഷ് ബ്രൈറ്റ്ഹോൺ എന്നീ മലകളുടെ ദൃശ്യചാരുതയും നന്നായി ആസ്വദിക്കാം. ആയിരത്തി 1928 ഇവിടെ ആരംഭിച്ച ഇൻഫെർണോ ഡൗൺഹിൽ റേസ് ഇന്നും തുടരുന്നു. 15.8 കിലോമീറ്റർ വരുന്ന ഈ റേസ് പൂർത്തിയാക്കാൻ മത്സരാർത്ഥികൾക്ക് വെറും 15 മിനിറ്റേ വേണ്ടൂ.
ബേൺ ഓബർലാൻഡിലെ ഏറ്റവും ഉയരം കൂടിയ സ്കീ റിസോർട്ട് കൂടിയാണ് സ്വിറ്റ്സർലൻഡിലെ മനോഹരമായ ഈ ഗ്രാമം. ഇവിടുത്തെ വിനോദ വികസനത്തിന് പ്രധാന കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. ശൈത്യകാല കായിക വിനോദങ്ങൾക്കായി 1911 ആദ്യമായി ബ്രിട്ടീഷ് സഞ്ചാരികൾ എത്തിയതു മുതലാണ് ഈ ഗ്രാമം ലോകം അറിഞ്ഞു തുടങ്ങുന്നത്. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് യുദ്ധത്തടവുകാരിൽ പരിക്കേറ്റ തടവുകാർ ഇവിടെ താമസിക്കുകയും ശൈത്യകാല കായിക വിനോദ വികസനത്തിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. ആയിരത്തി 1924 കന്ദഹാർ എന്ന പേരിൽ സർ ആർണോൾഡ് ലുൻ ഒരു സ്കീ ക്ലബ്ബ് ഇവിടെ സ്ഥാപിച്ചു. വെയിലേറ്റ് തിളങ്ങുന്ന മഞ്ഞിൻ്റെ ധവളാഭയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന മലകൾ, കരിമ്പാറകളിൽ വെള്ളവരകൾ കോറിയൊഴുകുന്ന നീർച്ചാലുകൾ, കൊടുമുടികളും താഴ്വരകളും ഇഴുകിച്ചേർന്ന ഇവിടുത്തെ അത്ഭുത കാഴ്ചകൾ ഒരിക്കലെങ്കിലും നേരിട്ട് വന്ന് കണ്ട് അനുഭവിച്ചറിയേണ്ടവയാണ്. വെറുതെയല്ല സ്വിറ്റ്സർലൻഡിനെ ലോക ടൂറിസത്തിൻ്റെ തലസ്ഥാനം എന്ന് വിളിക്കുന്നത്. ഇവിടം കണ്ടാൽ നിങ്ങൾക്കത് സ്വയമേ ബോധ്യപ്പെടും. വയലാറിൻ്റെ വരികൾ മലയാളി അറിയാതെ ഇവിടെ നിന്നാൽ ഓർത്തുപോകും. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ. ഇവിടെ പ്രപഞ്ച സൃഷ്ടാവ് മ്യൂറൻ പെണ്ണിന് വാരിക്കോരി സ്ത്രീധനം കൊടുത്തിരിക്കുന്നു. അതെല്ലാം എടുത്തണിഞ്ഞ് അവൾ അതീവ സുന്ദരിയായി സന്ദർശകരെ മാടി മാടി സ്വാഗതം ചെയ്യുന്നു. കണ്ടു കൊതിമാറാതെ കണ്ണും നട്ട് വിസ്മയം തൂകി നിൽക്കെ കതിരവൻ മലയ്ക്കപ്പുറത്തെ ആഴിതൻ ആഴം തേടി പ്രയാണമാരംഭിച്ചു. അതോടെ ഞങ്ങളുടെ സഞ്ചാരം അവസാനിപ്പിക്കാനുള്ള സമയമായി. ക്യാമറയിലെ ബാറ്ററി കാഴ്ചകൾ കണ്ട് നന്നേ ക്ഷീണിച്ചു. പക്ഷേ മലമുകളിലെ ശുദ്ധവായു നുകർന്ന് ആ സുഖശീതളിമയിൽ എത്ര നേരം നടന്നിട്ടും ഞങ്ങൾക്ക് ഒരു മടുപ്പും തോന്നിയതേയില്ല. ഗിമ്മൽവാൾഡ് വഴി ഞങ്ങൾ സ്റ്റേഹൽബർഗിലെത്തി. അവിടെ നിന്ന് ബസ്സിൽ വീണ്ടും ലൗട്ടർബ്രൂണിലേക്ക് തിരിച്ചു.
ദിവസേന കാണുന്ന കാഴ്ചകൾക്കപ്പുറത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞങ്ങൾക്കായെങ്കിൽ ഞങ്ങൾ ധന്യരായി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.